ഒരു 40 വർഷത്തോളം പഴക്കമുണ്ടായിരുന്നു. ഇതിനെ ഒരു ലിവിംഗ് ബ്രീത്തിങ് ഹൗസായിട്ട് മാറ്റുകയാണ് നമ്മളുണ്ടായത്. ഇതൊരു ലിമിറ്റഡ് ഏരിയയിലേക്ക് മാത്രമേ നമുക്ക് ഈ വീടിനെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുള്ളായിരുന്നു. ഇതിൻ്റെ അടിവശത്തുള്ള ഭാഗം നമ്മൾ കാറ്റിൻ്റെ ഗതിയെ നിയന്ത്രിക്കാനും അതിൻ്റെ വേഗതയെ നിയന്ത്രിക്കാനും അതിൻ്റെ സഞ്ചാരത്തെ നിയന്ത്രിക്കാനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വീടിൻ്റെ എക്സിസ്റ്റിംഗ് ഫുട് പ്രിന്റ് നിലനിർത്തിക്കൊണ്ട് ഡെമോളിഷൻ കഴിയുന്നത്ര കുറച്ച് ഈ പ്രോജക്റ്റ് ചെയ്യാനാണ് നമ്മൾ ശ്രമിച്ചിരിക്കുന്നത്. റിട്രീറ്റിംഗ് മൺസൂണുണ്ട്, പ്രിവേലൻ വിൻഡുണ്ട്. ഇതിന് മൂന്നിനും പറ്റുന്ന രീതിയിലുള്ള ടെമ്പറേച്ചർ കൺട്രോൾ സിസ്റ്റംസ് ആണ് ഈ വീട്ടിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ ഹരികൃഷ്ണൻ. ഞാൻ നീനു എലിസബത്ത്. ഞങ്ങൾ കൊല്ലം ബേസ്ഡ് ആയിട്ടുള്ള നോ ആർക്കിടെക്ട്സ് ഡിസൈനേഴ്സ് ആൻഡ് സോഷ്യൽ ആർട്ടിസ്റ്റ് എന്ന കൺസൾട്ടൻസി ഫേമിൻ്റെ പാർട്ട്നേഴ്സാണ്. ഞങ്ങൾ ചെയ്യുന്ന വീടുകൾ ലിവിംഗ് ബ്രീത്തിങ് ഹൗസസ് എന്ന ജോണറിലുള്ള വീടുകളാണ്. അതിൽ പാസീവ് വെന്റിലേഷനും നാച്ചുറൽ ലൈറ്റിങ്ങും ധാരാളമായി കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ആർക്കിടെക്ചറൽ പ്രോജക്ട്സ് ആണ് ഞങ്ങൾ കൂടുതലായിട്ട് ചെയ്യുന്നത്. അതിൻ്റെ ആർക്കിടെക്ചറൽ എക്സ്പ്രഷൻ ട്രഡീഷണൽ ആവാം, റസ്റ്റിക് ഫിനിഷസ് ആവാം, കണ്ടംപററി ആവാം. ബട്ട് സ്റ്റിൽ ആർക്കിടെക്ചറിൽ വരുന്ന സ്പേസുകൾക്ക് ഒരു നാച്ചുറൽ ടച്ച് കൊണ്ടുവരാൻ ഞങ്ങൾ എപ്പോഴും ശ്രമിക്കാറുണ്ട്. ഞങ്ങൾക്ക് UK ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്ലയൻറ്റ് വന്നു. ക്ലയൻറ്റിൻ്റെ പേര് അനൂപ് എന്നായിരുന്നു. പുള്ളിയും ഫാമിലിയും UK സെറ്റിൽഡ് ആയിരുന്നു. സിസ്റ്ററിൻ്റെ ഫാമിലിയും UK സെറ്റിൽഡ് ആയിരുന്നു. അപ്പം അവരൊരുമിച്ചാണ് നമ്മളെ അപ്രോച്ച് ചെയ്തത്. അവരുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ അവരുടെ പേരൻസ് താമസിക്കുന്ന ഒരു വീട്, എക്സിസ്റ്റിംഗ് ഒരു ഹൗസ് ഉണ്ടായിരുന്നു കൊല്ലത്ത് കരിക്കോട്. ആ സൈറ്റിലുള്ള ആ വീടിനെ ഒന്ന് റിനോവേറ്റ് ചെയ്യാമെന്നൊരു ആവശ്യത്തോടെയാണ് ഈ ക്ലയൻറ്റ് നമ്മളെ സമീപിക്കുന്നത്. അവിടെ ഞങ്ങൾ ചെന്നപ്പോൾ ക്ലയൻറ്റിൻ്റെ പേരൻസ് ആയിരുന്നു അവിടെ താമസിച്ചിരുന്നത്. ഒരു 3-4 ബെഡ്റൂമുള്ള അത്യാവശ്യം റിക്വയർമെൻറ്റ്സ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നൊരു വീട് തന്നെയായിരുന്നു. പക്ഷേ കുറച്ച് പഴയ വീടായിരുന്നു. ഒരു 40 വർഷത്തോളം പഴക്കമുണ്ടായിരുന്നു. കേരളത്തിലെ വീടുകളിൽ സാധാരണയായിട്ട് നമുക്ക് അർബൻ സ്പേസസിൽ കാണുന്നത് 2 ബേ ആയിട്ടുള്ള അല്ലെങ്കിൽ 2 റോയിലുള്ള വീടുകളെയാണ് നമുക്ക് കാണാൻ കഴിയുക. ഈ കേസിൽ നമ്മൾ എക്സിസ്റ്റിംഗ് ആയിട്ട് ഉണ്ടായിരുന്ന വീടിൻ്റെ ഒരു ബേ നിലനിർത്തിയ ശേഷം അടുത്ത 2 റോയും കൂടി ആഡ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പം ഇങ്ങനെ ആഡ് ചെയ്യുകയാണെങ്കിൽ ഒരു ട്രഡീഷണൽ ആർക്കിടെക്ചറൽ രീതിയിൽ ഒരു കോർട്ട്യാർഡ് ഹൗസ് അല്ലെങ്കിൽ നടുക്കൊരു കോർട്ട്യാർഡ് കൊടുത്ത് ചുറ്റും വെന്റിലേഷൻ കൊണ്ടുവരുന്നതാണ് സാധാരണയായിട്ട് ചെയ്യുന്നത്. ഈ വീട്ടിൽ നമുക്ക് റിക്വയർമെൻറ്റ്സും കാര്യങ്ങളും അതിൻ്റെ ഫുട് പ്രിന്റ് നിർത്തുന്നത് കൂടുതലായിരുന്നതുകൊണ്ട് നമ്മൾ ആ ഒരു അപ്രോച്ചല്ല എടുത്തത്. ഇതിനെ ഒരു ലിവിംഗ് ബ്രീത്തിങ് ഹൗസായിട്ട് മാറ്റുകയാണ് നമ്മളുണ്ടായത്. സൈറ്റ് വിസിറ്റ് ചെയ്തപ്പം ഞങ്ങൾ കണ്ട മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഒരു വലിയ പ്രോപ്പർട്ടിയിലായിരുന്നു. ക്ലയൻറ്റിൻ്റെ അച്ഛൻ്റെ ഫാമിലിയിൽപ്പെട്ട സഹോദരങ്ങളെല്ലാവരും ഒരുമിച്ച് വീട് വെച്ച് താമസിക്കുന്ന ഒരു വലിയ പ്ലോട്ട്. അതിൻ്റെ ഇടയിൽ വീടുകൾക്കിടയിൽ മതിലുകൾ ഉണ്ടായിരുന്നില്ല. അത് ഞങ്ങൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. അതുകൊണ്ട് തന്നെ വീട് റിനോവേറ്റ് ചെയ്യുമ്പോഴും ഈ ഒരു ഐഡിയ നമുക്ക് നഷ്ടപ്പെടാതെ മുമ്പോട്ട് പോകണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു. നമ്മളൊരു സാധാരണ ബൗണ്ടറി വാൾ ചെയ്യുന്നതിന് പകരം ലാൻഡ്സ്കേപ്പ് കൊണ്ട് ബൗണ്ടറിയെ ഡിഫൈൻ ചെയ്യാനാണ് ശ്രമിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു എൽ ഷേപ്പ് ഗാർഡൻ ആണ് ഇതിൽ വരുന്നത്. അതിനൊരു ഇൻട്രാക്റ്റീവ് ലാൻഡ്സ്കേപ്പ് ആയിട്ടാണ് നമ്മൾ കൺസീവ് ചെയ്തിരിക്കുന്നത്. വീടിനുള്ളിൽ താമസിക്കുന്നവർ മാത്രമല്ല, വീടിന് ചുറ്റുമുള്ള എക്സ്റ്റെൻഡഡ് ഫാമിലി മെമ്പേഴ്സ് എല്ലാവർക്കും വന്ന് ഇരിക്കാനും ഇൻട്രാക്ട് ചെയ്യാനും ഒക്കെ പറ്റുന്ന ഒരു സ്പേസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ലാൻഡ്സ്കേപ്പിൽ നമ്മൾ ഫോളോ ചെയ്തിരിക്കുന്ന കോൺസെപ്റ്റ് ഒരു ട്രോപ്പിക്കൽ ന്യൂ വേവ് ലാൻഡ്സ്കേപ്പ് എന്നൊരു ഐഡിയ ആണ്. അതിൽ വരുന്നത് എല്ലാ സീസൺസിലും ഒരുപോലെ ഫങ്ഷൻ ചെയ്യുന്ന ഒരു ലാൻഡ്സ്കേപ്പ് എന്നൊരു ഐഡിയ ആണ്. വീടിൻ്റെ എക്സിസ്റ്റിംഗ് ഫുട് പ്രിന്റ് നിലനിർത്തിക്കൊണ്ട് ഡെമോളിഷൻ കഴിയുന്നത്ര കുറച്ച് ഈ പ്രോജക്റ്റ് ചെയ്യാനാണ് നമ്മൾ ശ്രമിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഫേസ് ചെയ്ത വേറൊരു ചലഞ്ച് എന്ന് പറയുന്നത് ഇതൊരു ലിമിറ്റഡ് ഏരിയയിലേക്ക് മാത്രമേ നമുക്ക് ഈ വീടിനെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുള്ളായിരുന്നു. അതേസമയം ഒരു 5 ബെഡ്റൂംസും വീട്ടിലുള്ള എല്ലാവരും വരുമ്പോൾ, കുട്ടികളും എല്ലാവരും വരുമ്പോൾ ഇൻട്രാക്ട് ചെയ്യാനും കളിക്കാനും ഒക്കെ പറ്റുന്ന ഒത്തിരി ഓപ്പൺ സ്പേസസ് നമുക്ക് ഈ പ്രോജക്റ്റിൽ കൊണ്ടുവരേണ്ട ആവശ്യവുമുണ്ടായിരുന്നു.
ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻ്റ് എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ഫാമിലിയും സിസ്റ്ററിൻ്റെ ഫാമിലിയും എല്ലാവരും നാട്ടിലേക്ക് വരുന്ന വെക്കേഷൻ ടൈമിൽ ഈ വീടിനെ അവർക്ക് എല്ലാവർക്കും താമസിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു മൾട്ടി ഫാമിലി ഹോമായിട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു. കേരളത്തിലെ വീടുകൾക്ക് 3 ഡയറക്ഷൻസ് എന്നുള്ള വിൻഡാണ് വരുന്നത്. അതിൽ റിട്രീറ്റിംഗ് മൺസൂണുണ്ട്, മൺസൂണുണ്ട്, പ്രിവേലൻ വിൻഡുണ്ട്. ഇതിന് 3നും ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും വേരി ചെയ്യുന്നുണ്ട്. ഈ 3 കണ്ടീഷൻസിനും പറ്റുന്ന രീതിയിലുള്ള ടെമ്പറേച്ചർ കൺട്രോൾ സിസ്റ്റംസ് ആണ് ഈ വീട്ടിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് ഈ വീടിനെ ഒരു ലിവിങ് ബ്രീത്തിങ് ഹൗസ് ആക്കി മാറ്റുന്നത്. അതിൽ ക്രോസ് വെന്റിലേഷൻ ഉണ്ടാവാം, അതിൽ ലിഫ്റ്റ് എന്നൊരു സിസ്റ്റം ഉണ്ടാവാം, അല്ലെങ്കിൽ വിൻ സ്കൂപ്പ് എന്നൊരു സിസ്റ്റം ഉണ്ടാവും. ഇതിൻ്റെ 3ൻ്റെയും കോമ്പിനേഷനാണ് ഒരു ലിവിങ് ബ്രീത്തിങ് ഹൗസിനെ ജനറേറ്റ് ചെയ്യുന്നത്. അതുപോലെ ഇൻറ്റീരിയേഴ്സിലേക്ക് വരുമ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി മിനിമലായ ഒരു ഇൻറ്റീരിയർ തീമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ആർക്കിടെക്ചറിനെ കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന രീതിയിൽ. അത് ചെയ്യാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഈ വീട് പല ജനറേഷൻസ് ഓഫ് ആൾക്കാർക്ക് വേണ്ടിയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല കാലഘട്ടങ്ങളെ കമ്പൈൻ ചെയ്ത് എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുന്ന രീതിയിലാണ് നമ്മളിത് ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നത്. ഒരു സാധാരണ മോഡേണിസ്റ്റ് ഹൗസ് എന്നുള്ളതിലുപരി കുറേ ട്രഡീഷണൽ കമ്പോണൻസ് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കളർ തീമിലേക്ക് വരുമ്പോൾ മ്യൂട്ടഡ് ടോൺസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ ആക്സെൻ്റ് ആയിട്ട് പേസ്റ്റൽ ഷെയ്ഡ്സും ഹൈലൈറ്റേഴ്സ് ആയിട്ട് ഗോൾഡിൻ്റെയും സിൽവറിൻ്റെയും ചില ഷെയ്ഡ്സും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. വോളിയം വൈസ് നോക്കുകയാണെങ്കിൽ ഈ വീടിനെ നമുക്ക് 3 ലെവലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ പറ്റും. ഏറ്റവും താഴത്തെ ലെവൽ അല്ലെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോർ ലെവൽ നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി പ്ലാൻ ഓപ്പൺ അപ്പ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ ലെവലിലേക്ക് വരുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ പ്രൈവസി ആവശ്യമുള്ള ബെഡ്റൂംസും അങ്ങനെയുള്ള സ്പേസസൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. വെക്കേഷന് വരുന്ന ആളുകൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ. പ്രൈവസി അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രീകാസ്റ്റ് കോൺക്രീറ്റ് കൊണ്ട് ഒരു ജാളി വാൾ പോലെ ഒരു ലെയർ കംപ്ലീറ്റ് ആയിട്ട് ആ ലെവലിന് ചുറ്റും റൺ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് 2 ഗുണങ്ങളുണ്ട്. ഒന്ന്, ഈ പ്രൈവസി അച്ചീവ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഇൻ്റർമീഡിയറ്റ് ലെയർ ഫോം ചെയ്യുവാണ്. അതായത് ഈ ജാളി വാളിൻ്റെയും മെയിൻ ഹൗസിൻ്റെയും നടുക്കായിട്ട് അതൊരു ചെറിയ പാർട്ടി സ്പേസ് ആയിട്ട് ആക്ട് ചെയ്യാനും കൂടെ വേണ്ടിയാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ക്ലയൻറ്റിൻ്റെ ഫാമിലി, എക്സ്റ്റെൻഡഡ് ഫാമിലി തന്നെയാണ് ചുറ്റുവട്ടത്തെല്ലാം താമസിക്കുന്നത്. അപ്പോൾ ക്ലയൻറ്റും സിസ്റ്ററും ഒക്കെ UK-യിലായിരിക്കുന്ന സമയത്ത് അവരുടെ പേരൻസ് മാത്രം ഈ വീട്ടിൽ താമസിക്കുമ്പോൾ കംപ്ലീറ്റ്ലി ഫാമിലിന്ന് കട്ട് ഓഫ് ആവുന്നതിന് പകരം എല്ലാവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന രീതിയിൽ ഓപ്പൺ അപ്പ് ചെയ്ത് നമ്മൾ കോൺഷ്യസ്ലി അങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുന്നതാണ്. ഈ പ്ലാനിങ്ങിൽ തുടങ്ങിയ 3 ബേ നമുക്ക് ഇതിൻ്റെ റൂഫിലും കാണാൻ കഴിയും. ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള കോൺക്രീറ്റ് പ്ലേറ്റിന് പകരമായിട്ട് 3 സ്ലോപ്പിംഗ് റൂഫുകളെയാണ് ഇതിന് മുകളിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൽ കൂടിയാണ് ഇതിൻ്റെ വായുവിൻ്റെ സഞ്ചാരം നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. അകത്തുള്ള ചൂട് എയറിനെ പുറത്തേക്ക് തള്ളുകയും ഫ്രഷ് ആയിട്ടുള്ള എയറിനെ പുറത്തുനിന്ന് അകത്തേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നത് ആണ് ഈ കൂരകളുടെ ജോലി. ഈ കൂരകളുടെ ഒരു ആക്ഷൻ കൊണ്ടാണ് ഇതിനകത്തുള്ള ഒരു സുഖകരമായ അന്തരീക്ഷം നമുക്ക് നിലനിർത്താൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ വീടിന് ഫോൾഡഡ് കനോപ്പി ഹൗസ് എന്ന് നമ്മൾ പേരിട്ടിരിക്കുന്നത്. ആർക്കിടെക്ചർ ആൻഡ് ഇന്റീരിയർ സംബന്ധമായ ഏറ്റവും പുതിയ അറിവുകൾ, ട്രെൻഡുകൾ, മനോഹരമായ വീടുകൾ ഒക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന അൺലിമിറ്റഡ് ടെയിൽസ് എന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ഐക്കൺ അമർത്തുമല്ലോ.
ഒപ്പം പുതിയ വീഡിയോകളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയിപ്പ് ലഭിക്കാനായി നോട്ടിഫിക്കേഷൻ ഐക്കണായ ബെല്ലും അമർത്തണേ. കൂടാതെ അൺലിമിറ്റഡ് ടെയിൽസിൻ്റെ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം പേജുകൾ ലൈക്ക്, ഫോളോ ചെയ്യുന്നതും നിങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമാകും.